അല്ല, BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ എന്താ? അത് അവരുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ. അദ്ദേഹം അവിടെ പോയി മത്സരിക്കട്ടെ. അദ്ദേഹത്തിന്റെ വിധി അതാണ്, അവിടെ പോയി മത്സരിക്കാൻ. അദ്ദേഹം എവിടെ മത്സരിച്ചാലും ഒരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം വിസയുടെ കാര്യമൊക്കെ ഞാൻ പറയുന്നത് കേട്ട്. അദ്ദേഹം ഈ പെർമനന്റ് വിസയുമായി നടന്നിട്ട് ഒരു സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങളെ അടുപ്പിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തെ ഇതുവരെ. അദ്ദേഹം മത്സരിക്കട്ടെ. മത്സരിക്കാനൊക്കെയുള്ള അവരുടെ അവകാശത്തെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. ഞങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ എതിരാളികളെ പോലും അവർ മത്സരിക്കട്ടെ. അവർക്കുള്ള അവകാശത്തെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാജ്യത്ത് എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന് കാശെടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് കാശെടുക്കാനുള്ള പണം കയ്യിലില്ല. ഈ രാജ്യത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ, ലോകത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അവർ സഹായിക്കും, അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും, അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും. ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും. ഇപ്പം തന്നെ ഞങ്ങളുടെ ആളുകൾ വീടുകൾ കയറുമ്പോൾ ആളുകൾ പണം തരാൻ തയ്യാറാണ്. സ്ക്വാഡ് പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങളോട് എന്തൊരു ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. BJP എന്ന് പറയുന്ന ദേശീയ ഭരണകൂടം, അവർ നേതൃത്വം നൽകുന്ന ഭരണകൂടം. അതുകൊണ്ട് 50 രൂപയും 100 രൂപയും 200 രൂപയൊക്കെ പാവങ്ങളടക്കമുള്ള ആളുകൾ സ്ക്വാഡ് കയറുന്ന UDF പ്രവർത്തകർക്ക് കൊടുക്കുകയാണ്. കാരണം അത്രമാത്രം ജനങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരിക്കുന്നു. ഒരു ജനാധിപത്യത്തെ ഇങ്ങനെ കുഴിച്ചു മൂടിയാണ് രാജ്യത്ത്.